ഹലോ എവ്രി വൺ, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ ജോഗ്രഫി സെഷനിൽ സെക്കൻഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാണ്. ടെൻത്ത് സ്റ്റാൻഡേർഡിലെ സാമൂഹ്യശാസ്ത്രം രണ്ടാമത്തെ ഭാഗം 1 വരുന്ന ഒരു ചാപ്റ്ററാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം 2 പാർട്ടുകളായിട്ട് പൂർത്തിയാക്കി വരുന്ന ഒരു ചാപ്റ്ററാണ്. ആദ്യത്തെ 2 പാർട്ടും കണ്ട ശേഷം മാത്രം ഈ ഒരു ഭാഗം കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഏതായിരുന്നു ചാപ്റ്റർ? കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥ മാറ്റവും എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഏകദേശം ഭാഗങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പഠിച്ചു നിർത്തിയത് ഈ ഒരു മേഖലയാണ്. കാലാവസ്ഥാ മേഖലകളാക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട്. നമ്മുടെ കാലാവസ്ഥയ്ക്കനുസരിച്ച് ഓരോ അക്ഷാംശത്തിനും ഓരോ കാലാവസ്ഥയാണ്. അത്തരത്തിൽ കാലാവസ്ഥ മേഖലകളാക്കി ലോകത്തെ മാറ്റിയിട്ടുണ്ടെന്ന് നമ്മൾ പഠിച്ചു. പ്രധാനപ്പെട്ട കാലാവസ്ഥാ മേഖലകളാണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല, മൺസൂൺ കാലാവസ്ഥാ മേഖല, സാവന്ന കാലാവസ്ഥാ മേഖല, ഉഷ്ണ മരുഭൂമികൾ, മിതോഷ്ണ പുൽമേടുകൾ, മെഡിറ്ററേനിയൻ കാലാവസ്ഥ, ടൈഗ മേഖല, ടൻഡ്ര മേഖല. ഇവയെല്ലാം തന്നെ വിശദമായിട്ട് നമ്മൾ പഠിച്ചതാണ്. ഇവിടെ ആക്ടിവിറ്റി ആയിട്ട് ഈ ഒരു പട്ടിക നൽകിയിട്ടുണ്ട്. ഇവിടെ കാലാവസ്ഥ മേഖലയുടെ പേര്, പിന്നീട് സ്ഥാനം എവിടെയാണ്, കാലാവസ്ഥ എന്താണ് അവിടെ അനുഭവപ്പെടുന്നത്, സസ്യജാലങ്ങൾ ഏതൊക്കെയാണ്, മനുഷ്യ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള രീതിയിൽ ഈ ഒരു പട്ടിക പൂർത്തിയാക്കുകയാണെങ്കിൽ നമുക്കതൊന്ന് റീകോൾ ചെയ്യുന്ന പോലെ നമുക്കതൊന്ന് ചെയ്തു നോക്കാം. ഒന്നാമത് ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖല എവിടെയായിരുന്നു? 0 ഡിഗ്രി മുതൽ 10 ഡിഗ്രി വരെ വടക്ക് തെക്ക് അക്ഷാംശങ്ങൾക്കിടയിലാണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയുടെ സ്ഥാനം വരുന്നത്. കാലാവസ്ഥ എന്തായിരുന്നു? വർഷം മുഴുവൻ ഉയർന്ന താപനിലയും ഉയർന്ന തോതിലുള്ള മഴ. എന്ത് മഴയായിരുന്നു? സംവഹന വൃഷ്ടിയായിരുന്നു കാലാവസ്ഥയായിട്ടുള്ളത്. സസ്യജാലങ്ങൾ ഏതാ? നിത്യഹരിത വനങ്ങൾ. മനുഷ്യപ്രവർത്തനത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അടുത്തത് മൺസൂൺ കാലാവസ്ഥയാണ്. മൺസൂൺ കാലാവസ്ഥയിൽ എന്തായിരുന്നു? ഏത് സ്ഥാനം എവിടെയാണ്? ഇരു അർദ്ധഗോളങ്ങളിലുമായിട്ട്, വടക്ക് തെക്ക് അർദ്ധഗോളങ്ങളിലുമായിട്ട് 10 മുതൽ 30 ഡിഗ്രി അക്ഷാംശം വരെ ആയിരുന്നു. 10 മുതൽ 30 ഡിഗ്രി അക്ഷാംശം വരെ ആയിരുന്നു മൺസൂൺ കാലാവസ്ഥ പറഞ്ഞത്. മൺസൂൺ കാലാവസ്ഥ തന്നെയാണ്. വൃക്ഷങ്ങൾ എന്താണ്? നിത്യഹരിത വൃക്ഷങ്ങളും ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളുമായിരുന്നു. ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ആ ഒരു പേജൊക്കെ ഒന്ന് ഓർമ്മ വന്നാലും ഏകദേശം ഓക്കെ ആണ്. പിന്നെ മനുഷ്യപ്രവർത്തനങ്ങൾ എന്തായിരുന്നു? കൃഷിയായിരുന്നു പ്രധാനപ്പെട്ടത്. ഏതൊക്കെയാ? നെല്ല്, കരിമ്പ്, ചണം, പരുത്തി, തേയില, കാപ്പി എന്നിവയൊക്കെയായിരുന്നു. അടുത്തത് സാവന്ന കാലാവസ്ഥാ മേഖലയാണ്. ഇരു അർദ്ധഗോളങ്ങളിലുമായിട്ട് എന്താണ്? 10 മുതൽ 30 ഡിഗ്രി വരെ തന്നെയായിരുന്നു അക്ഷാംശങ്ങൾക്കിടയിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന പ്രദേശമാണ്. ഇവിടെ താപനില എന്തായിരുന്നു? 21 ഡിഗ്രി മുതൽ 32 ഡിഗ്രി വരെയായിരുന്നു താപനില വരുന്നത്. ഉഷ്ണവും ആർദ്രവുമായിട്ടുള്ള വേനൽക്കാലം, തണുപ്പ് കുറഞ്ഞ വരണ്ട ശൈത്യകാലം എന്നിവയൊക്കെയായിരുന്നു സാവന്ന കാലാവസ്ഥയുടെ പ്രത്യേകത എന്ന് പറഞ്ഞത്. മഴ എത്രയാണ് ലഭിച്ചിരുന്നത്? സാവന്ന കാലാവസ്ഥയുടേതാണ് നമ്മൾ പറയുന്നത്. മഴ എത്രയാണ് നമ്മൾ പറഞ്ഞത്? 75 സെൻറ്റിമീറ്റർ മുതൽ 125 സെൻറ്റിമീറ്റർ വരെയാണ് വാർഷിക മഴ സാവന്ന കാലാവസ്ഥാ മേഖലയിലുള്ളത്. ഇവിടുത്തെ സസ്യങ്ങളാണെങ്കിൽ ഇല പൊഴിയും വൃക്ഷങ്ങൾ, ഉയരം കൂടിയ പുല്ലുവർഗ്ഗങ്ങൾ, സാവന്ന പുൽമേടുകളാണ്. ഇല പൊഴിയും വൃക്ഷങ്ങളുണ്ട്, അതുപോലെ ഉയരം കൂടിയ പുല്ലുവർഗ്ഗങ്ങളുണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട മനുഷ്യപ്രവർത്തനം എന്ന് പറയുന്നത് മൃഗപരിപാലനം, കൃഷി പോലെയുള്ളവയാണ്. ഇത് ക്ലിയർ അല്ലേ? ഇതുപോലെ കാലാവസ്ഥാ മേഖലകളെയും സ്ഥാനം, അവയുടെ കാലാവസ്ഥ, സസ്യജാലങ്ങൾ, മനുഷ്യപ്രവർത്തനങ്ങൾ എന്നിങ്ങനെ ഇതൊരു ടാബുലാർ ഫോം ആക്കിയിട്ട് നിങ്ങളൊരു നോട്ട് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ റിവൈസ് ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പമുണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഇതിപ്പോൾ മൂന്ന് കാലാവസ്ഥാ മേഖലകൾക്കുള്ള സ്പേസ് നമുക്ക് തന്നിട്ടുള്ള ഒരു ആക്ടിവിറ്റി മോഡൽ പോലെയാണ്. ഇത് നിങ്ങൾ ബാക്കി കംപ്ലീറ്റ് ചെയ്യൂ കേട്ടോ. നമുക്ക് ബാക്കി നോക്കാം. കാലാവസ്ഥാ വ്യതിയാനം. ഓരോ കാലാവസ്ഥാ മേഖലയിലും അതിൻ്റേതായ തനതായ കാലാവസ്ഥയും സസ്യജന്തുജാലങ്ങളും ജനജീവിത രീതികളും നിലവിലുണ്ട് എന്നാണ് നമ്മൾ ഈ കാലാവസ്ഥാ മേഖലകൾ പഠിച്ചതിലൂടെ മനസ്സിലാക്കിയത്. എന്നാൽ അവയിൽ അനിയന്ത്രിതമായ വിഭവ ചൂഷണവും അശാസ്ത്രീയമായ വികസന പ്രവർത്തനങ്ങളും ഓരോ കാലാവസ്ഥാ മേഖലയിലെയും തനത് കാലാവസ്ഥാ സവിശേഷതകളിൽ മാറ്റം സൃഷ്ടിക്കുന്നതായിട്ട് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അവയെക്കുറിച്ചാണ് നമ്മൾ കാലാവസ്ഥാ വ്യതിയാനത്തിലൂടെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് കാലാവസ്ഥാ വ്യതിയാനം എന്നാണ് ഇവിടെ പറയുന്നത്.
അന്തരീക്ഷ താപനിലയിലും കാലാവസ്ഥയിലും മനുഷ്യപ്രവൃത്തി മൂലം ഉണ്ടാകുന്നതോ അല്ലെങ്കിൽ സ്വാഭാവിക വ്യതിയാനങ്ങൾ കൊണ്ടുണ്ടാകുന്നതോ ആയ ദീർഘകാല മാറ്റമാണ് കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുന്നു. ഇത് നിർവചിച്ചിട്ടുള്ളത് UN ആണ്. UN കാലാവസ്ഥ വ്യതിയാനത്തെ പറ്റി നിർവചിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ പോലെയാണ്. എന്താണ്? അന്തരീക്ഷ താപനിലയിലും കാലാവസ്ഥയിലും മനുഷ്യപ്രവൃത്തി മൂലം ഉണ്ടാകുന്നതോ സ്വാഭാവിക വ്യതിയാനങ്ങൾ കൊണ്ടുണ്ടാകുന്നതോ ആയ ദീർഘകാല മാറ്റമാണ് കാലാവസ്ഥ വ്യതിയാനം എന്ന്. കാലാവസ്ഥ മാറ്റത്തിന്റെ കാലയളവ് ഏതാനും വർഷങ്ങൾ മുതൽ ദശലക്ഷക്കണക്കിന് വർഷം വരെ ആകാം എന്നാണ് പറയുന്നത്. ചെറിയ കാലയളവിലല്ല ഈ ഒരു മാറ്റം കണക്കാക്കുന്നത്. ഏതാനും വർഷങ്ങൾ മുതൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുത്താണ് ഈ ഒരു മാറ്റത്തെ കണക്കാക്കുന്നത്. ഓക്കെ. കാലാവസ്ഥാ വ്യതിയാനം ആവാസ വ്യവസ്ഥകളെ സാരമായി ബാധിക്കുന്നുണ്ട്. ഇപ്പം ജീവിവർഗങ്ങളെയും സസ്യജാലങ്ങളെയും ഒക്കെ ഇവ പ്രതികൂലമായി തന്നെ ബാധിക്കും. അങ്ങനെ കാലാവസ്ഥാ വ്യതിയാനം പ്രതികൂലമായി ബാധിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത് ലോകതലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അതുപോലെ തന്നെ ലോകതലത്തിൽ തന്നെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് എന്നതുകൊണ്ട് ശ്രദ്ധയാർജിക്കുന്ന രീതിയിൽ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഈ പിക്ചർ ശ്രദ്ധിക്കുക. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് ലോകരാഷ്ട്രങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് വേറിട്ട രീതിയിൽ മന്ത്രിസഭാ യോഗങ്ങൾ സംഘടിപ്പിച്ചതിൻ്റെ പിക്ചേഴ്സാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമതായിട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു പിക്ചർ നോക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമായ ഹിമാലയത്തിൽ ഉൾപ്പെട്ട നേപ്പാൾ തങ്ങളുടെ മന്ത്രിസഭാ യോഗം എവറസ്റ്റ് പർവ്വതത്തിൽ വെച്ച് ചേർന്നതിൻ്റെ ചിത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. രണ്ടാമത്തേത് നമുക്ക് ഈ ഒരു ഡ്രസ്സിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും. ഇത് സമുദ്രനിരപ്പിൽ നിന്നും വെറും 1.5 മീറ്റർ മാത്രം ശരാശരി ഉയരമുള്ള ഒരു ദ്വീപ് രാഷ്ട്രമാണ് മാലിദ്വീപ്. അവിടെ അവർ തങ്ങളുടെ മന്ത്രിസഭാ യോഗം കടലിനടിയിൽ ചേർന്നതിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ലോക ശ്രദ്ധയാകർഷിക്കുന്നതിന് വേണ്ടി, ലോകരാഷ്ട്രങ്ങളുടെ ശ്രദ്ധയാകർഷിക്കുന്നതിന് വേണ്ടി കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് ഈ ഒരു ശ്രദ്ധ ആകർഷിക്കുന്നതിനായി വേറിട്ട രീതിയിൽ മന്ത്രിസഭാ യോഗം ചേർന്നതിൻ്റെ പിക്ചറാണ് ഈ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കാം, ആഗോളതലത്തിൽ ഈ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്, പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടതും ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന രാജ്യങ്ങൾ ഉൾപ്പെടുന്നവയാണ് പർവ്വത രാജ്യങ്ങളായ നേപ്പാളും ദ്വീപ് രാഷ്ട്രമായ മാലിദ്വീപും. ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് പർവ്വത രാജ്യമായ നേപ്പാളും അതുപോലെ ദ്വീപ രാഷ്ട്രമായിട്ടുള്ള മാലിദ്വീപും. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായിട്ട് ഹിമാലയത്തിലെ ഹിമാനികൾ പ്രതിവർഷം 12 മുതൽ 20 മീറ്റർ വരെ ഉരുകുന്നു എന്ന് കണക്കാക്കിയിട്ടുണ്ട്. അതുപോലെ ആഗോള താപനിലയിലുള്ള വ്യതിയാനം ഹിമാനികൾ ക്രമാതീതമായി ഉരുകുന്നതിനും ആവാസ വ്യവസ്ഥയിൽ അനഭിലഷണീയമായിട്ടുള്ള മാറ്റങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ഇനി മാലിദ്വീപിലേക്ക് കടക്കുമ്പോൾ, മാലിദ്വീപിൽ സമുദ്രനിരപ്പ് 2.5 മീറ്റർ ഉയർന്നാൽ തന്നെ മാലിദ്വീപ് പൂർണ്ണമായും കടലിൽ മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായിട്ട് ആഗോള സമുദ്രനിരപ്പ് പ്രതിവർഷം 0.42 സെന്റിമീറ്റർ ഉയരുന്നു എന്ന് കണക്കാക്കപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഇവ ഇത്തരത്തിൽ ശ്രദ്ധയാകർഷിക്കേണ്ടവയാണ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്, ഇത് ചെറിയൊരു കാലയളവിൽ സംഭവിക്കുന്ന കാര്യമല്ല. ദീർഘകാലയളവിൽ ഉണ്ടാകുന്ന കാലാവസ്ഥാ ഘടകങ്ങളിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ് ഇതിന് കാരണമായിട്ട് വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് കാലാവസ്ഥാ ഘടകങ്ങൾ? അന്തരീക്ഷ താപം, വായുമർദ്ദവും കാറ്റുകളും, വർഷണം, ആർദ്രത, ഇവയൊക്കെയാണ് വിവിധ തരത്തിലുള്ള കാലാവസ്ഥ ഘടകങ്ങൾ. ഇവയുടെ അളവ്, വിതരണക്രമം, കാലികക്രമം എന്നിവയിലുള്ള മാറ്റമാണ് കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത്. അന്തരീക്ഷ താപം, വായുമർദ്ദവും കാറ്റുകളും, വർഷണം, ആർദ്രത ഇവയുടെയൊക്കെ അളവിലും വിതരണക്രമത്തിലും കാലികക്രമത്തിലൊക്കെ മാറ്റങ്ങൾ കാലാകാലങ്ങളായി സംഭവിക്കുന്നു. ഇതിൻ്റെ ഫലമായിട്ടാണ് കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം ഒരു നിശ്ചിത പ്രദേശത്തു മാത്രം ബാധിക്കുന്നതാവാം, അല്ലെങ്കിൽ ലോകം മുഴുവനും ബാധിക്കുന്നതും ആവാം. അതെങ്ങനെ വേണമെങ്കിലും സംഭവിക്കാവുന്നതാണ്.
അതുപോലെ നമ്മുടെ ഭൂമുഖത്തെ കാലാവസ്ഥ എക്കാലത്തും ഒരുപോലെയാണോ? അല്ല, ഒരേപോലെ ആയിരുന്നില്ല. ഭൗമ ചരിത്രത്തിൽ കാലാവസ്ഥ ചാക്രികമായ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. മാറി മാറിയാണ് കാലാവസ്ഥ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിമയുഗങ്ങളും ഹിമാന്തര യുഗങ്ങളും ഭൂമിയുടെ സ്വാഭാവിക കാലാവസ്ഥാ മാറ്റത്തിന് ഉദാഹരണങ്ങളാണ്. ഹിമയുഗം, ഹിമാന്തര യുഗം എന്നിവയൊക്കെ കാലാവസ്ഥാ മാറ്റത്തിന് ഉദാഹരണമായി നമുക്ക് പറയാവുന്നവയാണ്. അപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ സ്വാഭാവിക തരത്തിൽ കാലാവസ്ഥാ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇതുകൂടാതെ സ്വാഭാവിക കാലാവസ്ഥാ മാറ്റങ്ങളോടൊപ്പം തന്നെ മനുഷ്യ ഇടപെടലുകളും ലോക കാലാവസ്ഥയിൽ മാറ്റങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അതിനാൽ കാലാവസ്ഥാ മാറ്റത്തെ സ്വാഭാവികം, മനുഷ്യജന്യം എന്നിങ്ങനെ 2 വിഭാഗമായിട്ട് തരംതിരിക്കുന്നുണ്ട്. സ്വാഭാവിക കാലാവസ്ഥാ മാറ്റത്തോടൊപ്പം മനുഷ്യ ഇടപെടലുകളും ഇത്തരത്തിൽ പറഞ്ഞ കാലാവസ്ഥയിൽ, ലോക കാലാവസ്ഥയിൽ മാറ്റങ്ങൾക്ക് കാരണമാകുന്നു എന്നതുകൊണ്ട് തന്നെ കാലാവസ്ഥാ മാറ്റത്തെ സ്വാഭാവികം എന്നും മനുഷ്യജന്യം എന്നും ഇങ്ങനെ 2 തരത്തിൽ തരംതിരിക്കുന്നു. എന്നാൽ ഇവിടെ പറഞ്ഞ സ്വാഭാവിക കാലാവസ്ഥാ മാറ്റം, ഭൗമ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടുള്ള സ്വാഭാവിക കാലാവസ്ഥാ മാറ്റം മനുഷ്യ പ്രയത്നത്താൽ നിയന്ത്രിക്കുക എന്നത് സാധ്യമായ ഒന്നല്ല. ഭൗമ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് സ്വാഭാവിക കാലാവസ്ഥ മാറ്റം ഉണ്ടാകുന്നത്. ഇത് മനുഷ്യ പ്രയത്നത്താൽ നിയന്ത്രിക്കുക സാധ്യമല്ല. കാലാവസ്ഥാ വ്യതിയാനം വിവിധ രീതിയിൽ പ്രകൃതിയെയും മനുഷ്യ ജീവിതത്തെയും എല്ലാം ബാധിക്കുന്നുണ്ട്. പലപ്പോഴും മനുഷ്യ ഇടപെടലുകളാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ തോത് വർദ്ധിപ്പിക്കുന്നത്. അതുകൂടാതെ പലപ്പോഴും മനുഷ്യന്റെ ഇടപെടലുകളാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ തോത് വർദ്ധിപ്പിക്കുന്നതും. കാലാവസ്ഥാ മാറ്റം ഒരു പ്രദേശത്തെ മാത്രം ബാധിക്കുന്ന ഇത്തരത്തിൽ സംഭവിക്കുന്ന കാലാവസ്ഥാ മാറ്റം ഒരു പ്രദേശത്തെ മാത്രം ബാധിക്കുന്നതാണോ? ഒരു പ്രദേശത്തെ മാത്രം ബാധിക്കുന്നതല്ല. ആഗോളതലത്തിൽ ബഹുമുഖ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നും ആണ് ഈ പറഞ്ഞ കാലാവസ്ഥാ മാറ്റം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിതൊന്ന് ക്രോഡീകരിക്കുകയാണെങ്കിൽ, മനുഷ്യന്റെ ഇടപെടലുകളാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ തോത് വർദ്ധിപ്പിക്കുന്നത്. കാലാവസ്ഥയും പരിസ്ഥിതിയും സംരക്ഷിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ഇടപെടലുകൾ ഊർജിതമാക്കേണ്ടതായിട്ടുണ്ട്. വനസംരക്ഷണവും പാരമ്പര്യേതര ഊർജ ഉപയോഗവും പ്രോത്സാഹിപ്പിക്കണം. കാലാവസ്ഥയിൽ ചെറിയ തോതിലുള്ള മാറ്റങ്ങൾ പോലും കാലാവസ്ഥയെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്ന ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും. അതിനാൽ എന്താണ്, കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. അത്തരത്തിൽ നമുക്ക് ക്രോഡീകരിക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 2 ഡെഫിനിഷനാണ്. എന്താണ്? ഹരിതഗൃഹ പ്രഭാവം, ആഗോളതാപനം. ധാരാളമായി നമ്മൾ കേട്ടിട്ടുള്ള 2 ടേംസ് ആണ്. എല്ലാവർക്കും തന്നെ അറിയുന്നതാണ്. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ, ഈ ഒരു ഭാഗത്ത് പഠിക്കുന്നു എന്ന് മാത്രം. നമ്മളിത് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതും ആണ്. എന്താണ് ഹരിതഗൃഹ വാതകങ്ങൾ? അന്തരീക്ഷത്തിലെ ചില വാതകങ്ങൾ സൂര്യതാപം അന്തരീക്ഷത്തിൽ തടഞ്ഞു നിർത്താൻ ശേഷിയുള്ളവയാണ്. ഏതൊക്കെയാണ്? കാർബൺ ഡയോക്സൈഡ്, നൈട്രസ് ഓക്സൈഡ് തുടങ്ങിയവയാണ്. ഇത്തരത്തിലുള്ള വാതകങ്ങളെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് അല്ലെങ്കിൽ ഹരിതഗൃഹ വാതകങ്ങൾ എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിലെ ഇത്തരത്തിലുള്ള കാർബൺ ഡയോക്സൈഡ്, നൈട്രസ് ഓക്സൈഡ് പോലെയുള്ള വാതകങ്ങൾക്ക് സൂര്യതാപം അന്തരീക്ഷത്തിൽ തന്നെ തടഞ്ഞു നിർത്താനായിട്ടുള്ള കഴിവുണ്ട്. ഇത്തരത്തിലുള്ള വാതകങ്ങളെ നമ്മൾ ഹരിതഗൃഹ വാതകങ്ങൾ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നു. ഈ വാതകങ്ങൾ, ഹരിതഗൃഹ വാതകങ്ങൾ സൂര്യപ്രകാശത്തെ ഭൂമിയിലേക്ക് കടത്തിവിടുകയും ഭൗമോപരിതലത്തിൽ നിന്നും തിരിച്ചു പോകുന്ന ഭൗമവികിരണം തടഞ്ഞു നിർത്തി അന്തരീക്ഷത്തിൽ ചൂട് നിലനിർത്തുകയും ചെയ്യുന്നു. ഈ ഒരു പ്രക്രിയയാണ് അന്തരീക്ഷത്തിന്റെ ഹരിതഗൃഹ പ്രഭാവം, ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ ഹരിതഗൃഹ വാതകങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ് പോലെയുള്ള ഹരിതഗൃഹവാതകങ്ങൾക്ക് സൂര്യതാപം അന്തരീക്ഷത്തിൽ തടഞ്ഞു നിർത്താനുള്ള ശേഷിയുണ്ട്. ഇവ എന്ത് ചെയ്യുന്നു? സൂര്യപ്രകാശത്തെ ഭൂമിയിലേക്ക് കടത്തിവിടുന്നുണ്ട്. അതുപോലെ തന്നെ ഭൗമോപരിതലത്തിൽ നിന്നും തിരികെ പോകുന്ന ഭൗമവികിരണത്തെ തടഞ്ഞു നിർത്തുകയും അന്തരീക്ഷത്തിലെ ചൂട് നിലനിർത്തുകയും ചെയ്യുന്നു. ഈ ഒരു പ്രക്രിയയെ ഹരിതഗൃഹ പ്രഭാവം അല്ലെങ്കിൽ ഈ ഒരു പ്രക്രിയയാണ് ഹരിതഗൃഹ പ്രഭാവം എന്ന് അറിയപ്പെടുന്നത്.
ഇനി ഈ പറഞ്ഞ ഹരിതഗൃഹ വാതകങ്ങൾ മനുഷ്യന്റെ ചില പ്രവർത്തനങ്ങൾ കൊണ്ട് അധികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. മനുഷ്യന്റെ ചില പ്രവർത്തനങ്ങൾ ഹരിതഗൃഹ വാതകങ്ങൾ അധികമായി ഉൽപ്പാദിപ്പിക്കപ്പെടാൻ കാരണമാകുന്നു. ഇതുമൂലം എന്താണ് അന്തരീക്ഷത്തിന്റെ ഹരിതഗൃഹ പ്രഭാവം? അത്തരത്തിൽ പ്രകൃതിയിൽ ഒരു ഹരിതഗൃഹ പ്രഭാവം ഗ്രീൻ ഹൗസ് എഫക്റ്റ് നിലനിർത്തുന്നത് ഈ വാതകങ്ങളാണ്. എന്നാൽ ഇവ അളവിൽ കൂടുതലാകുമ്പോൾ എങ്ങനെയാണ് അളവിൽ കൂടുതലാകുന്നത്? മനുഷ്യന്റെ ചില പ്രവർത്തനങ്ങൾ ഈ പറഞ്ഞ ഹരിതഗൃഹ വാതകങ്ങൾ അധികമായി ഉൽപ്പാദിപ്പിക്കപ്പെടാൻ കാരണമാകുന്നുണ്ട്. ഇതുമൂലം എന്ത് സംഭവിക്കും? ഈ ഹരിതഗൃഹ പ്രഭാവം എന്ന പ്രക്രിയ കൂടുതൽ ശക്തമാകുകയും അന്തരീക്ഷ താപനില വർദ്ധിക്കുകയും ചെയ്യും. ഹരിതഗൃഹവാതകങ്ങൾ അധികമായി ഉൽപ്പാദിപ്പിക്കപ്പെടാൻ മനുഷ്യന്റെ ചില പ്രവർത്തനങ്ങൾ കാരണമാകുകയും തന്മൂലം അന്തരീക്ഷത്തിന്റെ ഹരിതഗൃഹ പ്രഭാവം കൂടുതൽ ശക്തമാകുകയും അന്തരീക്ഷ താപനില വർദ്ധിക്കുകയും ചെയ്യും. ഇത് ആഗോള താപനത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ ഗ്ലോബൽ വാർമിംഗ് അഥവാ ആഗോള താപനം എന്ന് പറയുന്നത്. കൽക്കരി, പെട്രോളിയം തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നതിലൂടെയും വ്യവസായശാലകളിലെ മാലിന്യങ്ങളിൽ നിന്നും ഖരമാലിന്യങ്ങളിൽ നിന്നുമൊക്കെയാണ് ഹരിതഗൃഹവാതകങ്ങൾ അന്തരീക്ഷത്തിൽ അധികമായി എത്തുന്നത്. ഹരിതഗൃഹവാതകങ്ങൾ എങ്ങനെയാണ് കൂടുന്നതെന്ന് ചോദിച്ചാൽ കൽക്കരി, പെട്രോളിയം തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നതിലൂടെ വരുന്നുണ്ട്. വ്യവസായശാലകളിലെ മാലിന്യങ്ങളിൽ നിന്നും ഖരമാലിന്യങ്ങളിൽ നിന്നുമൊക്കെയാണ് ഹരിതഗൃഹവാതകങ്ങൾ അന്തരീക്ഷത്തിൽ അധികമായി എത്തുന്നത്. ആഗോള താപനം ഇത്തരത്തിൽ അധികമായിട്ട് വരുന്ന ഈ ഒരു ഹരിതഗൃഹവാതകങ്ങളുടെ ഈ ഒരു ഹരിതഗൃഹ പ്രഭാവം കൊണ്ട് ആഗോളതാപനം കാലാവസ്ഥ വ്യതിയാനത്തിന് ആക്കം കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിൽ അത് പ്രതികൂലമായിട്ടാണ് ആവാസ വ്യവസ്ഥയെയും കാലാവസ്ഥയെയും ഒക്കെ ബാധിക്കുന്നത്. അങ്ങനെ ലോകത്തിലെ വിവിധ കാലാവസ്ഥാ മേഖലകളിലും അവയിലെ തനതായ കാലാവസ്ഥാ സവിശേഷതകളിലും ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായിട്ടുള്ള മാറ്റങ്ങൾ കാണാനായി കഴിയും. ഇത് തുടർന്നുകൊണ്ടേയിരുന്നാൽ കാലാവസ്ഥാ മേഖലകൾ അസ്ഥിരപ്പെടുകയും പാരിസ്ഥിതിക സന്തുലനത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. ഇത് പ്രതികൂലമായിട്ട് എല്ലാ തരത്തിലും ആവാസ വ്യവസ്ഥയെയും മൊത്തത്തിൽ ഭൂമിയെ തന്നെ ബാധിക്കും എന്നാണ് പറയുന്നത്. ഇതിൽ മനുഷ്യന്റെ ഇടപെടലുകൾ എന്തൊക്കെയാണ്? വ്യവസായവൽക്കരണം, ഭൂവിനിയോഗ മാറ്റങ്ങൾ, നഗരവൽക്കരണം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കാലാവസ്ഥാ വ്യതിയാനത്തിലേക്ക് നയിക്കുന്ന മനുഷ്യന്റെ ഇടപെടലുകൾ എന്ന് പറയുന്നത്. അങ്ങനെ കാലാവസ്ഥാ വ്യതിയാനത്തെ ബാധിക്കുന്ന തരത്തിലുള്ള മനുഷ്യന്റെ ഇടപെടലുകളെ ശ്രദ്ധിക്കപ്പെട്ടതിന് ശേഷം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാലാവസ്ഥയ്ക്കും പരിസ്ഥിതിക്കുമൊക്കെ ഏൽപ്പിക്കുന്ന ദോഷങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ ശേഷം കാലാവസ്ഥയും പരിസ്ഥിതിയുമൊക്കെ സംരക്ഷിക്കുന്നതിനായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അവയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അന്താരാഷ്ട്ര ഉദ്യമങ്ങളാണ് ആദ്യത്തെ കോളത്തിൽ നൽകിയിട്ടുള്ളത്. രണ്ടാമതാവ് നടന്ന വർഷം, മൂന്നാമത് സ്ഥലം, അതിനുശേഷം എത്തരത്തിലുള്ള ഇടപെടലുകളാണ് നടന്നത് എന്നും കൊടുത്തിട്ടുണ്ട്. ഇവയെല്ലാം തന്നെ PSC ഇടയ്ക്കിടെയായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. നോക്കുക, ലോക കാലാവസ്ഥാ സംഘടന ഏത് വർഷമാണ്? 1950 സ്ഥലം ജനീവ. കാലാവസ്ഥാ സമ്മേളനങ്ങളാണ് ഈ ഒരു ഉദ്യമത്തിലൂടെ നടന്നിട്ടുള്ളത്. കാലാവസ്ഥാ സമ്മേളനങ്ങൾ 1950 ലോക കാലാവസ്ഥാ സംഘടനയിലൂടെ. രണ്ടാമത് സ്റ്റോക്ക്ഹോം സമ്മേളനമാണ് 1972. സ്ഥലം സ്റ്റോക്ക്ഹോം തന്നെയാണ്. ഇവിടെ പരിസ്ഥിതി പരിപാലനവും വികസനവും ഒക്കെയായിരുന്നു വിഷയമായി വന്നിട്ടുള്ളത്. അടുത്തത് ഭൗമ ഉച്ചകോടിയാണ്. 1992 റിയോ ഡി ജനീറോ ആണ് സ്ഥലം. ഈ ഒരു ഉച്ചകോടിയിൽ പ്രകൃതി സൗഹൃദ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് UN അജണ്ട 21 തയ്യാറാക്കുകയാണ് ഉണ്ടായത്. ക്യോട്ടോ പ്രോട്ടോകോൾ 1997 ഒരു ഉദ്യമമാണ്. ക്യോട്ടോയിൽ വെച്ചാണ് ഈ ഒരു സമ്മേളനം നടന്നത്. അന്തരീക്ഷത്തിൽ ഹരിതഗൃഹവാതകങ്ങളുടെ അളവ് പരിമിതപ്പെടുത്തുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അടുത്തത് 1987 മോൺട്രിയൽ പ്രോട്ടോകോൾ ആണ്. മോൺട്രിയൽ വെച്ച് തന്നെയാണ് നടന്നത്. ഓസോൺ പാളിക്ക് നാശം വരുത്തുന്ന പദാർത്ഥങ്ങളുടെ അളവ് പരിമിതപ്പെടുത്തുക. ഇത് ഓസോണിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു സമ്മേളനമായിരുന്നു മോൺട്രിയൽ പ്രോട്ടോകോൾ. ഓസോൺ പാളിക്ക് നാശം വരുത്തുന്ന തരത്തിലുള്ള പദാർത്ഥങ്ങളുടെ അളവ് പരിമിതപ്പെടുത്തുക എന്നതായിരുന്നു ഈ ഒരു സമ്മേളനത്തിലുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്.
പിന്നീട് 2015 പാരീസ് ഉടമ്പടി. പാരീസിൽ വെച്ച് ആഗോള താപവർദ്ധനവ് കുറയ്ക്കുക, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അനന്തരഫലങ്ങളോട് പൊരുത്തപ്പെടുവാൻ ലോകരാഷ്ട്രങ്ങളെ സഹായിക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് 2015 പാരീസ് ഉടമ്പടി വന്നത്. ആഗോള താപവർദ്ധനവ് കുറയ്ക്കുക, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അനന്തരഫലങ്ങളോട് പൊരുത്തപ്പെടുവാൻ ലോകരാഷ്ട്രങ്ങളെ സഹായിക്കുക. 2023 G20 ഉച്ചകോടിയിൽ ന്യൂഡൽഹി, നമ്മൾ PSC ചോദിക്കാറില്ലേ G20 ഉച്ചകോടി ഓരോ വർഷത്തെയും എവിടെയാണ്, കേന്ദ്രം എവിടെയാണ്, സെൻറ്റർ എവിടെയാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ 2023 G20 ഉച്ചകോടിയുടെ വേദി ന്യൂഡൽഹി ആയിരുന്നു. ഇവിടെ വന്നിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്നതാണ്. ഹരിത വികസനം, കാലാവസ്ഥ, ധനകാര്യം, സമഗ്ര വികസനം ഇവയെല്ലാം തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഉച്ചകോടിയായിരുന്നു 2023 ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന G20 ഉച്ചകോടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പഠിച്ചു. ഇവ എങ്ങനെയെല്ലാമാണ് പരിഹരിക്കുക എന്ന രീതിയിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ചയാർജിക്കുന്നതും അവയിൽ നിന്ന് നമ്മൾ സൊല്യൂഷൻസിലേക്ക് എത്തുന്നതും നമ്മൾ കണ്ടു. എന്നാൽ കാലാവസ്ഥാ മാറ്റം എന്ന് പറയുന്നത് പൂർണ്ണമായി തടയാൻ കഴിയുന്ന ഒന്നല്ല. എന്നാൽ കാലാവസ്ഥാ മാറ്റത്തിന് ആക്കം കൂട്ടുന്ന തരത്തിലുള്ള മനുഷ്യന്റെ ഇടപെടലുകൾ നിയന്ത്രിക്കുന്നതിനായിട്ട് സാധിക്കും. എങ്ങനെയെല്ലാമാണ്? സുസ്ഥിരമായിട്ടുള്ള വിഭവ വിനിയോഗം സാധ്യമാക്കിക്കൊണ്ട് വ്യവസായ വികസന പ്രവർത്തനങ്ങളിൽ വിവിധ തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ഇത്തരത്തിലുള്ള കാലാവസ്ഥ മാറ്റത്തിന്റെ ആക്കം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. എങ്ങനെയെല്ലാം കുറയ്ക്കാനായി സാധിക്കും? ഇവിടെ പറഞ്ഞതുപോലെ ഊർജ കാര്യക്ഷമത പ്രോത്സാഹിപ്പിക്കൽ, വനങ്ങൾ സംരക്ഷിക്കൽ, സാങ്കേതിക വിദ്യയിൽ മാറ്റം വരുത്തൽ, കാറ്റ്, സൗരോർജം തുടങ്ങിയ പാരമ്പര്യേതര ഊർജ ഉപയോഗം പ്രോത്സാഹിപ്പിക്കൽ എന്നിവയെല്ലാം അതിനുള്ള വഴികളായിട്ടാണ് പറയുന്നത്. ഇവിടെ ഒരു കോളം തന്നിട്ടുണ്ട്, കാലാവസ്ഥാ അഭയാർത്ഥികൾ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായിട്ട്, അതിന്റെ അനന്തരഫലമായിട്ട് അനേകം ജനങ്ങൾക്ക് അവരുടെ ജീവിതവും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പലതരത്തിലുള്ള അനന്തരഫലങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായി സംഭവിക്കുന്നവയാണ് വരൾച്ച, പ്രളയം, മരുഭൂവൽക്കരണം, സമുദ്രനിരപ്പ് ഉയരൽ, കടലേറ്റം തുടങ്ങിയവയൊക്കെ. ഇത്തരത്തിലുള്ള ദുരന്തങ്ങളുടെ ആഘാതത്താൽ അനേകം ആളുകൾ നിർബന്ധപൂർവം കുടിയൊഴിക്കപ്പെടുന്നുണ്ട്. ഇവർ മറ്റു പ്രദേശങ്ങളിലേക്കോ രാജ്യങ്ങളിലേക്കോ കുടിയേറാൻ നിർബന്ധിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം കുടിയേറ്റമാണ് കാലാവസ്ഥാ കുടിയേറ്റം എന്ന് പറയുന്നത്. ഏകദേശം 50 ദശലക്ഷം ജനങ്ങൾ കാലാവസ്ഥാ സംബന്ധമായി കുടിയിറക്കപ്പെട്ടിട്ടുണ്ട് എന്ന് UN കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. UNന്റെ കണക്കുകൾ പ്രകാരം ഏകദേശം 50 ദശലക്ഷത്തോളം ജനങ്ങളാണ് കാലാവസ്ഥാ സംബന്ധമായി കുടിയിറക്കപ്പെട്ടിട്ടുള്ളത്. കാലാവസ്ഥാ സംബന്ധമായ പ്രതിഭാസങ്ങൾ മൂലം തങ്ങളുടെ വാസസ്ഥലവും ജീവനോപാധികളും ഉപേക്ഷിക്കേണ്ടി വരുന്നവരാണ് കാലാവസ്ഥാ അഭയാർത്ഥികൾ എന്ന് പറയുന്നത്. ഇവരെയാണ് നമ്മൾ കാലാവസ്ഥാ അഭയാർത്ഥികൾ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ അനുദിനം വർദ്ധിച്ചു വരുന്ന ലോക ജനസംഖ്യയിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ കാലാവസ്ഥയെ ആശ്രയിച്ച് ഉപജീവനം സാധ്യമാക്കുന്നവരാണ്. കാലാവസ്ഥയിൽ ചെറിയ തോതിലുള്ള മാറ്റങ്ങൾ പോലും വലിയ രീതിയിൽ ജനജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. കാലാവസ്ഥാ വ്യതിയാനം ഒരു പ്രദേശത്തെയോ രാജ്യത്തെയോ മാത്രമായി ബാധിക്കുന്ന പ്രശ്നമല്ല എന്നതുകൊണ്ട് തന്നെ ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം യോജിച്ച് പ്രവർത്തിക്കേണ്ടത് മനുഷ്യജീവിതത്തിന്റെ സുസ്ഥിരമായ നിലനിൽപ്പിന് അനിവാര്യമാണ് എന്നാണ് പറയുന്നത്. ഒരു വലിയ വിഭാഗം ജനങ്ങൾ കാലാവസ്ഥയെ ആശ്രയിച്ച് ഉപജീവനം സാധ്യമാക്കുന്നത് കൊണ്ട് കാലാവസ്ഥയിലെ ഒരു ചെറിയ മാറ്റം പോലും അവരുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന മനുഷ്യ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് ലോകത്തെ മൊത്തത്തിലാണ് ബാധിക്കുന്നത്. ഒരു പ്രദേശത്തിൽ അവ ഒതുങ്ങുന്നില്ല. അതുപോലെ തന്നെ ഒരു രാജ്യത്തെയോ മാത്രമായിട്ടല്ല ഇത് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം യോജിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ടത് കൊണ്ട് മനുഷ്യജീവിതത്തിന്റെ സുസ്ഥിരമായ നിലനിൽപ്പ് അവിടെ ഉറപ്പുവരുത്തപ്പെടുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും അവയെ നിയന്ത്രിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ലോകതലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതിൻ്റെയും ആവശ്യകതയെക്കുറിച്ചൊക്കെ നമ്മളിവിടെ പഠിച്ചു. ഇവിടെ അവസാനം ഈ ഒരു ചാപ്റ്റർ പൂർത്തിയാക്കുന്നത് ഇപ്രകാരമാണ്. ഒരു
ഈ ഒരു ചാപ്റ്റർ പൂർത്തിയാകുമ്പോൾ നമുക്കിവിടെ ഒരു കോട്ട് തന്നിട്ടുണ്ട്. റോബർട്ട് സ്വാൻ എന്ന പരിസ്ഥിതി പ്രവർത്തകന്റെ വാക്കുകളാണ് ഈ തന്നിട്ടുള്ളത്. ഉത്തര ദക്ഷിണ ധ്രുവങ്ങളിലേക്ക് നടന്ന ആദ്യത്തെ വ്യക്തിയും പരിസ്ഥിതി പ്രവർത്തകനുമാണ് റോബർട്ട് സ്വാൻ. ഇദ്ദേഹം അന്റാർട്ടിക്കയുടെ സംരക്ഷണത്തിനും പുനരുപയോഗ ഊർജത്തിനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെക്കുന്ന വ്യക്തിയാണ്. ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ്: ദ ഗ്രേറ്റസ്റ്റ് ത്രെറ്റ് ടു അവർ പ്ലാനറ്റ് ഈസ് ദ ബിലീഫ് ദാറ്റ് സമ്മൺ എൽസ് വിൽ സേവ് ഇറ്റ് എന്നതാണ്. നമ്മുടെ ഭൂമിയെ, നമ്മുടെ ഗ്രഹത്തിന് ഏറ്റവും വലിയ ഭീഷണി എന്തെന്നാൽ മറ്റൊരാൾ അതിനെ സംരക്ഷിക്കും എന്ന വിശ്വാസമാണ് എന്നാണ് ഇദ്ദേഹം ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം അത്രയേറെ പ്രധാനപ്പെട്ട ഒന്നാണ്. അവ നമ്മൾ നിയന്ത്രിക്കേണ്ട ആവശ്യമുള്ള ഒന്നും ആണ് എന്നിവിടെ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. നമ്മൾ ഇത്രയും വിശദമായി തന്നെ പഠിച്ചു. 3 പാർട്ടുകളായിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ 2 പാർട്ട് കൃത്യമായി കണ്ട് മനസ്സിലാക്കുക. ഈ ഒരു പാർട്ടോടെ കണ്ട് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.